അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് സെക്കൻഡ് പാർട്ട് ആ വീഡിയോൻ്റെ. നമ്മളപ്പോൾ പറഞ്ഞായിരുന്നു മൗറീഷ്യസിലൊരു റപ്പായി എന്ന് പറഞ്ഞ സ്ഥലം, അവിടെ നിന്ന് നമ്മൊരു ഹൈ റേഞ്ച് പിടിച്ച് പോണേണ്. കുറേ ഹെയർ പിൻ വളവും നമ്മുടെ ശബരിമല റൂട്ട് പോലത്തെ ഒരു റൂട്ട്, ഒരു കാട്ടുവഴി, കാനനപാതയാണ്. ആ വഴി കൂടി പോണ ഒരു കാഴ്ചയാണ് നിങ്ങൾ കണ്ടിട്ടിരിക്കുന്നത്. ഇത് ഫുള്ള് മലനിരയെന്ന് മല ഇപ്പം ഇറങ്ങിക്കൊണ്ടിരിക്കുക. ഇത്ര നേരം കയറുന്ന വീഡിയോ ആയിരുന്നു പാർട്ട് 1 ഉണ്ടായിരുന്നത്. ഇത് പാർട്ട് 2 ആണ് നിങ്ങൾ കണ്ടിട്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് പാർട്ട് 1 തിരിച്ചു പോകാം, അതും കാണാം. മൗറീഷ്യസിൽ ഇപ്പോൾ പൊതുവേ ഇങ്ങനെയാണ് റോഡുകൾ, നല്ല വെൽ മെയിൻറ്റെയിൻഡ് റോഡുകളാണ്. പിന്നെ ഇത് വില്ലേജ് ഏരിയ ആണ് അതിൻ്റെ മൗറീഷ്യസിൻ്റെ. ഇത് ക്യാപിറ്റലിൽ നിന്നും കുറച്ച് മാറിയുള്ള സൈഡാണ്. എന്നാലും റോഡിൽ അധികം കുണ്ടുകുഴിയൊന്നുമില്ല, നല്ല വൃത്തിയുള്ള പക്കാ റോഡ്. റോഡിൻ്റെ സൈഡിൽ കൂടി തന്നെയുണ്ട്. അവിടെ നിന്ന് അരുവികൾ ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നുണ്ട്, വെള്ളച്ചാട്ടങ്ങളുണ്ട്. 2 സൈഡിലും പൈൻ ഫോറസ്റ്റ് ആണ്. പൈൻ ഇങ്ങനെ കുറേ ഉണ്ടായിരുന്നിപ്പുണ്ട്. ചില ആൾക്കാരൊക്കെ അവിടെ ഇവിടെയൊക്കെ നിർത്തി ആ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് നിർത്തിയേക്കണത്. കാരണം ഇവിടെ ഒരു ഡാമുണ്ട്. ആ ഡാം കാണാൻ വേണ്ടി മിക്കവരും ഇവിടെ നിർത്തിയേക്കണത്. ഡാം നമുക്ക് നിർത്തി കാണണമെങ്കിൽ കാണാം. കാരണം ഡാമിൻ്റെ വ്യൂ കിടിലനാണെന്നാണ് പറയാറ്. ഇതാണ് ഡാമിപ്പോൾ കാണിച്ചു തരാറുണ്ട്. നമുക്ക് ഡാം പോയി കണ്ടിട്ട് വരാം. ഒരു വിൻറ്റേജ് കാറുണ്ട് ഇവിടെ, കിടവൻ കാറിൽ. അപ്പോൾ ഇതാണ് ഡാമിൻ്റെ ഏരിയ. ഡാമിൻ്റെ ഏരിയ ഒന്ന് കണ്ടു. ഇതാണ് ഡാം. അടിപൊളി വ്യൂ അല്ലേ? നമുക്ക് ഡാമിൻ്റെ റോട്ടിലോട്ട് ഏതായാലും പോയാം. ഈ ബ്രിഡ്ജിന് എനിക്ക് തോന്നുന്നില്ല ആക്സസ് ഉണ്ടെന്ന്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഡാം. ഇവിടുത്തെ മിക്ക സ്ഥലത്തോട്ടുള്ള ശുദ്ധവെള്ളത്തിൻ്റെ സപ്ലൈ ആണ് ഈ ഡാമിൽ നിന്നാണ്. അവിടെ നിന്നാണ് ചെക്കന്മാർ ചൂണ്ടയിടുന്നത്. ശുദ്ധജല തടാകം. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ഈ റോഡിൽ ഇനി എൻട്രി ഉണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നമുക്ക് നോക്കാം. എൻട്രി ഉണ്ടാവേണ്ടതാണ്, കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ആൾക്കാർക്ക് നോക്കാനുണ്ട് പിന്നെ ഇങ്ങോട്ട് പോകണമെന്നുള്ള മട്ടിലാണ്. എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നാ വ്യൂ ആണത്! കിടിലം വ്യൂ ആണ്. നല്ല അടിപൊളി ഡാം, അടിപൊളി ഏരിയ. ആൾക്കാരൊക്കെ ഭയങ്കര പൊളൈറ്റാണ് ഇവിടുത്തെ, ഭയങ്കര പൊളൈറ്റ് ആൾക്കാരാണ്. അടിപൊളി ഏരിയട്ടാ. നിർത്തണ്ട, നമുക്ക് വിട്ടു കൊടുക്കാം. ഡാം കടന്ന് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കിടിലൻ ഏരിയ, ഒന്നും പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ പാർട്ട് ചെയ്തത്. കാരണം ഇവിടെ ഡാമിൽ ക്രോസ് ചെയ്യുന്ന എനിക്ക് അറിയാമായിരുന്നു. നമ്മൾ ഫോറസ്റ്റ് കഴിഞ്ഞ് പിന്നെ അടുത്ത ഡാമാണ്. മല ഇറങ്ങി ഇനി അടുത്ത മല കയറിയിട്ട് വേണം ഹൈവേ കണക്ട് ചെയ്യാൻ. അങ്ങനത്തെ ഉള്ളൊരു വഴിയായത്.
ചെന്ന് കയറാൻ പോണ ലോങ് മൗണ്ടൻ എന്ന് പറഞ്ഞൊരു വില്ലേജിലാണ്. അവിടെ നിന്നാണ് കണക്ട് ചെയ്യണത് മറ്റേ മോട്ടോർ വേയിലോട്ട്. മോട്ടോർ വേ എന്ന് പറഞ്ഞാൽ മെയിൻ ഹൈവേ ആണ്. അവിടുത്തെ പോർട്ട് ലൂയിസും നോർത്തും കൂടി കണക്ട് ചെയ്യണ ഹൈവേ ആണ്. ഇപ്പോൾ പക്ക വില്ലേജ് ഏരിയ. പിന്നെ വില്ലേജ് ഏരിയയിൽ കൂടുതലും ഇതുപോലെ കരിമ്പിൻ്റെ തോട്ടങ്ങളായിരിക്കും രണ്ട് സൈഡും. നടുക്കൂടി ഒരു റോഡും ഉണ്ടാവും. ആ റോഡിൽ മനുഷ്യനും ഇല്ല. മഞ്ചാതിയിൽ ഇരുട്ടത്ത് പോയി കഴിഞ്ഞാൽ ഉറ്റാക്കൊരു ഇരുട്ടായിരിക്കും ആ റോഡിൽ. ഏതായാലും കൊള്ളാം, നല്ല സൂപ്പർ വൈബാണ് ഇവിടെ. പിന്നെ ഗൂഗിൾ മാപ്പ് ചതിക്കാത്തതുകൊണ്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എൻ്റെ ഫോണിൻ്റെ ചാർജ് ഭയങ്കര കുറവാണ്. ബാറ്ററി സേവർ ഓൺ ആക്കാനൊക്കെ പറയുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ സെൻട്രൽ ജയിൽ. സെൻട്രൽ ജയിലെന്ന് പറഞ്ഞിട്ട് ആകെ ഒരു കുഞ്ഞു ജയിലാണ്. അതിന് എത്ര ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കാനനപാത കഴിഞ്ഞ് ഡാം കഴിഞ്ഞ് പിന്നെ ഇനി കരിമ്പത്തോട്ടം കഴിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. In 400 meters, turn left onto A2. ഓക്കെ, അപ്പോൾ അടുത്ത A2 എന്ന് പറയുന്ന ഒരു സബ് ഹൈവേ, അതായത് മോട്ടോർ വേയിലോട്ട് മെയിൻ ഹൈവേയിലോട്ട് കണക്ട് ചെയ്യണ റോഡാണ് A2. സബ് ഹൈവേസ് ആണ്. Take the next left onto A2. നമ്മൾ ആ ലെഫ്റ്റ് എടുക്കുകയാണ്. പിന്നെയും നമ്മൾ എത്തിച്ചെന്നത് ഒരു വില്ലേജിൽ തന്നെയാണ്. ലോങ് മൗണ്ടൻ എന്ന് പേരുള്ള ഒരു വില്ലേജാണ്. അത് കണക്ട് ചെയ്യണ പോർട്ട് ലൂയിസിലോട്ടാണ്. രണ്ട് സൈഡിലും Continue on A2 for 1.5 kilometers. മരങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വട്ടമാണ് റോഡ് സൈഡ്. അഞ്ചനാണെന്ന് തോന്നുന്നു. ഇപ്പൊ റോഡ് വെറുതെ പൊളി വൈബാണ്. പൊളി എന്ന് പറഞ്ഞാൽ 1.5 പൊളി വൈബ്. എന്ത് നീറ്റാണെന്ന് നോക്കിയേ, പൊളിയല്ലേ. തേനീച്ചക്കൂടുകളൊക്കെ ഉണ്ടാവും. ഒരുപാട് തേനീച്ചക്കൂടുകളുണ്ട് ഇവിടെ ഈ ഏരിയയിൽ. മിക്കവാറും തേനും മേടിക്കാൻ കിട്ടുമെന്ന് തോന്നുന്നു. എന്തോരം തേനീച്ചക്കൂട. ഇവിടെ മുള്ളാനിറങ്ങുന്നവരെ തേൻ കുത്തി മരിക്കുമെന്ന് തോന്നുന്നു. വരെ എത്തണ വരെയാണ് ഈ വീഡിയോ ഉള്ളൂ. ഏതായാലും എൻ്റെ പാർട്ട് 1 നിങ്ങൾക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, നിങ്ങൾക്ക് കാണാം. എൻ്റെ പാർട്ട് 1 വീഡിയോ അത് വെറുതെ പൊളി വൈബാണ്. നമ്മൾ ഹെയർ പിന്നും വളമൊക്കെ എടുത്ത് In 400 meters, turn left to stay on A2. 60 km/h സ്പീഡിൽ കൂടുതൽ പോകാൻ പാടില്ല. ഇവിടെ സ്പീഡ് ക്യാമറാസ് ഉണ്ട് ഇടക്കിടക്ക്. നമ്മളങ്ങനെ പോയി Take the next left to stay on A2. A2ലെത്തി. A2 ആണ് ഇവിടുത്തെ മെയിൻ റോഡിലോട്ട് ഹൈവേയിലോട്ട് കണക്ട് ചെയ്യണ റോഡ്. പ്രൊസീഡ് വിത്ത് കോഷൻ ആണ് ഇവിടെ എഴുതി വെച്ചത്. പിന്നെ ഒരു ചെറിയ കാടും. Continue on A2 for 2 kilometers. 2 കിലോമീറ്ററും കൂടി കഴിഞ്ഞാൽ നമ്മൾ എവിടെ എത്തി? മെയിൻ ഹൈവേ എത്തി. മെയിൻ ഹൈവേ ആണ് ഇവിടുത്തെ മോട്ടോർ വേ എന്ന് പറയുന്നത്. എനിക്കല്ലേ മോനെ പ്രിഫറൻസ്. മെയിൻ റോഡിൽ പോകണവർക്ക് എപ്പോഴും പ്രിഫറൻസ്. സൈഡ് റോഡിൽ നിന്ന് വന്നവർക്ക് വെയിറ്റ് ചെയ്യണം. ട്രാഫിക് സിഗ്നൽ ഇല്ലാത്ത സ്ഥലത്തൊക്കെ സാധാരണ ഈ ഒരു പ്രോട്ടോക്കോളാണ് ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യണത്. പിന്നെ റൗണ്ട് അബൌട്ടിലാണെങ്കിൽ റൗണ്ട് അബൌട്ടിലെ വണ്ടിക്കാണ് പ്രിഫറൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ മൗറീഷ്യസ് ഒക്കെ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് ഈ കാർ റെൻ്റൽസ് ഉണ്ട്. കാർ റെൻ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാം, കാണാം. കാരണം ഏരിയാസ് അടിപൊളിയാണ്. ഇവിടെ പൊളി വൈബാണ്. ഇവിടെ വില്ലേജിൻ്റെ ആ ഒരു മൂടുണ്ട്. ബീച്ചുകളുണ്ട്, കിടലൻ റിസോർട്ടുകളുണ്ട്, ഹോട്ടൽസ് ഉണ്ട്. പൊല്യൂഷൻ ഫ്രീ ആണ് കൺട്രി.
ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഉണ്ട് ഇനിയും. ഇവിടുത്തെ ബീച്ചുകളും ഇവിടുത്തെ ഹോട്ടലുകളും ഇവിടുത്തെ ഫുഡും ക്യുസീൻസും, പിന്നെ ഇവിടുത്തെ കല്യാണത്തിൻ്റെ വരെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടുത്തെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കല്യാണം അറ്റൻഡ് ചെയ്യാൻ പോയതാണ്, അപ്പോൾ ഉള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. എല്ലാം അപ്പോൾ നിങ്ങൾക്ക് കൾച്ചർ, ഫുഡ്, റിസോർട്ട്സ്, ബീച്ച്, ബെസ്റ്റ് പ്ലേസസ് ടു വിസിറ്റ് എല്ലാം കിട്ടും നിങ്ങൾക്ക്. ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ്. ഹാവ് എ ഗുഡ് ഡേ, ഗ്രേറ്റ് വീക്കെൻഡ്, ബോ വീക്കെൻഡ്.